ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 50 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ 20 ജനറൽ പേപ്പർ, ബാക്കി 30 ലിറ്റററി ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ച് സമയം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനും തരുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റി. ഫസ്റ്റ് മെഡിക്കൽ ഗ്രാജുവേറ്റ് ഫ്രം Ezhava community in Travancore. The book Treatment of Thiyas in Travancore was written by him. Leader of Malayalam Memorial and founder of Malabar Economic Union. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ആ വ്യക്തിയുടെ ഓപ്ഷൻസ് തന്നിട്ടില്ല. ഏത് കേരള റിനൈസൻസ് റിഫോമറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ. ഈഴവരിലെ ആദ്യത്തെ ഗ്രാജുവേറ്റും മെഡിക്കൽ ഗ്രാജുവേറ്റും അദ്ദേഹമാണ്. പൊളിറ്റിക്കൽ ലീഡർ, ഈഴവരുടെ പൊളിറ്റിക്കൽ ലീഡർ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. നാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും നമ്മുടെ കുമാരനാശാനെ ചിന്നസ്വാമി എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ആണ് ഡോക്ടർ പൽപ്പു. ഓർത്തു വെക്കുക. ഓക്കെ, ശരി. നടരാജഗുരു അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നൊക്കെ ഉള്ളതും ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ലീഡേഴ്സ് ആൻഡ് റിവോൾട്ട് സെൻറ്റേഴ്സ് ഓഫ് 1857. നമുക്ക് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആദ്യമായിട്ട് നടക്കുന്നത് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ഓപ്ഷൻസ് എല്ലാം വളരെ ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ജനറൽ ഭക്ത് ഖാൻ ഡൽഹിയിലാണ് ഈ ഒരു റിവോൾട്ട് ആരംഭിക്കുന്നത്. കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബ്, ലക്നൗവിൽ ബേഗം ഹസ്രത് മഹൽ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഇനി 2 സ്ഥലങ്ങളും 2 വ്യക്തികളും കൂടെ ഒന്നുണ്ട്. ബീഹാറിൽ കൻവർ സിംഗ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഓക്കെ, ഒന്ന് പഠിച്ചു വയ്ക്കുക. ശരി, ഇവിടെയും ഓപ്ഷനില്ല. ഹു ഈസ് ദ കറണ്ട് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ 2025? ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നാഷണൽ ലെവലിലാണെങ്കിൽ സർ ജസ്റ്റിസ് ആർ രാമസുബ്രഹ്മണ്യൻ ആണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റിലാണെങ്കിലോ നോക്കാം. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഓർത്തു വെക്കുക. അപ്പോൾ ഈ 2 വ്യക്തികളും ഒന്ന് ഓർത്തു വെക്കുക. കറണ്ട് അഫയേഴ്സ് ആണ്. വേർ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗുറേറ്റഡ്? ദാറ്റ് ഈസ് സംവിധാൻ ഉദ്യാൻ എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇത് ഉദ്ഘാടനം നടത്തിയത്. ഓക്കെ, ജനങ്ങൾക്കായിട്ട് അത് തുറന്നു കൊടുക്കുകയും ചെയ്തു. അതിനെ പറയുന്നത് സംവിധാൻ ഉദ്യാൻ എന്നാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ പാർക്ക് പൂനെയിലാണ്. ഓർത്തു വെക്കുക. മാച്ച് ദ ഫോളോയിങ്. അമെൻമെൻറ്റ്സും സബ്ജക്ട്സും പ്രോപ്പറായിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. പഠിക്കാനേ ഉള്ളൂ. 61ാമത്തെ അമെൻമെൻറ്റ് ലോവേർഡ് ദ വോട്ടിംഗ് ഏജ് അല്ലേ. 21 നിന്നും 18 മാറ്റി. അത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 61 ആണ്. ഓർത്തു വെക്കുക. 73 and 74 അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. 101 ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ. ആൻഡ് 106 33 percentage of reservation for women in ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി വിച്ച് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്? അതായത് നമ്മുടെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ പെടാത്തത് ഇവിടെ ഏതാണ് ഇൻകറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ മാത്രം ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ സി ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ലെക്ചർ മെത്തേഡ് ഷാൽ ബി സെലക്റ്റഡ് ഫോർ എ ക്ലാസ് ഇഫ്. 4 ഓപ്ഷനിൽ എപ്പോഴും മാത്രമാണ് ലെക്ചർ മെത്തേഡ് അനുയോജ്യമായിട്ട് നമുക്ക് എടുക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കരിക്കുലർ ഒബ്ജക്റ്റീവ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യാം ക്ലാസ്സിൽ. ഓക്കെ, വിച്ച് മോഡൽ ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് എ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഫോർ കോംപ്രിഹെൻഡിങ് മെറ്റീരിയൽ പ്രസൻറ്റഡ് ത്രൂ ലെക്ചറിങ്, റീഡിംഗ് ആൻഡ് അതർ മീഡിയ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ ഡി, അഡ്വാൻസ്ഡ് ഓർഗനൈസർ ആണ്. ഓക്കെ, ശരി.
The field of study which uses role playing, stimulation, and self evaluation as strategies for adult learners is known as. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ആൻഡ്രഗോഗി. സമയം ഞാൻ കൂടുതൽ തരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ആൻസർ കണ്ടെത്തിയാൽ മതി. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ശരി ഉത്തരം തന്നെയാണ് എല്ലായിടത്തും കറക്റ്റായിട്ട്. മോഡൽ ഓഫ് ടീച്ചിങ്ങും അതിൻ്റെ ഡെവലപ്പേഴ്സും നമുക്ക് പഠിച്ചു വയ്ക്കാം. പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ് ഡേവിഡ് ജോൺ ആണ്. സ്ട്രക്ചേർഡ് എൻക്വയറി റോബർട്ട് ഇ സാൽവിൻ. ആൻഡ് റോൾ പ്ലേയിങ് ഫാനി ആർ ഷാഫ്ലെറ്റ്. ആൻഡ് ജുഴ്സി പ്രിഡൻഷ്യൽ ഇൻക്വയറി രണ്ട് പേരുണ്ട്, ഡേവിഡ് ഒലിവർ ആൻഡ് ജെയിംസ് സേവിയർ. ഓക്കെ, പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, വെൻ വാസ് ഷഹീദ് ദിവസ് അല്ലെങ്കിൽ മാർട്ടിയേഴ്സ് ഡേ ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ? നമ്മുടെ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന ദിവസമാണ് രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. ഇവിടുത്തെ ശരി ഉത്തരം നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ശരി ഉത്തരമാണ് 23 മാർച്ച് ആണ് ശരി ഉത്തരം. ഓക്കെ, ദ ഡയറക്ടർ ജനറൽ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻ 2025. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഇല്ല, നമുക്കൊന്ന് പഠിച്ചു പോവാം. ഡോക്ടർ ടെഡ്രോസ് അഡാനം എന്താണ്, ഗബ്രൂസിയസ് ആണ് കേട്ടോ, ഗബ്രൂസിയസ്. ടെഡ്നോം അഡ്നോം ഗബ്രൂസിയസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഏൻഷ്യൻ പോർട്ട് ഇൻ കേരള വാസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് ട്രേഡ് വിത്ത് റോം ആൻഡ് ഗ്രീക്ക് സിവിലൈസേഷൻ? തന്നിരിക്കുന്നതിൽ ഒരു ക്ലൂ തരാം, കൊടുങ്ങല്ലൂരിനടുത്താണ്. കിട്ടിയായിരുന്നോ ശരി ഉത്തരം? യെസ്, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, വിച്ച് കോസ്റ്റൽ ടൗൺ ഇൻ കേരള ഈസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് ലാറ്ററൈറ്റ് ക്ലിഫ് ആൻഡ് ബ്ലാക്ക് സാൻഡ് ബീച്ചസ്? അപ്പോൾ ഒരു ബീച്ചാണ്. ഈ ബീച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? 4 ബീച്ചുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർക്കലയാണ്. ഓർത്ത് വെക്കുക. ഓക്കെ, ദ കറണ്ട് പ്രസിഡൻറ്റ് ഓഫ് ദ വേൾഡ് ബാങ്ക് ഈസ് അജയ് ബംഗ. ഓക്കെ, ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ വേൾഡ് ബാങ്കിലെ പ്രസിഡൻ്റായിട്ട് നിയമിച്ചിരിക്കുന്ന അജയ് ബംഗ. ഓർത്ത് വയ്ക്കുക. വിച്ച് ട്രാവൻകൂർ റൂളർ ഈസ് റിനൗണ്ട് ഫോർ മോഡേണൈസിങ് ദ സ്റ്റേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സോഷ്യൽ റിഫോംസ് ഇൻ ദ 19th സെഞ്ച്വറി? അല്ലെ, വിദ്യാഭ്യാസമൊക്കെ അല്ലേ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ ഒരു മോഡേൺ ട്രാവൻകൂർ എന്നുള്ള കൺസെപ്റ്റ് 19th സെഞ്ച്വറിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത രാജാവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, സ്വാതി തിരുനാൾ രാമവർമ്മ. ഓക്കെ, നെക്സ്റ്റ്, ദ ചീഫ് ഗസ്റ്റ് ഫോർ ഇന്ത്യ 76th റിപ്പബ്ലിക് ഡേ ജനുവരി 26, 2025. ഓക്കെ, 2025 നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് മറ്റൊരു രാജ്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ നിന്ന് വന്നിരുന്ന അവിടുത്തെ പ്രസിഡൻ്റാണ് പ്രഭാവോ സുബിയാൻറ്റോ. ഓർത്ത് വെക്കുക. ഓക്കെ, ശരി. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചസ് വാസ് ദ ഔട്ട്കം ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മീറ്റിംഗ്സ്? ഓക്കെ, 1992 നടന്നത് ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ആൻഡ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് UNEPയുടെ ആണ്. ഇത് ഡയറക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് 1972 ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണെങ്കിൽ നമുക്കറിയാം ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട 1987 അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം റിയോ ഡി ജനീറോയിൽ നടന്ന സമ്മിറ്റായിരുന്നു, 1992 ആണ്. ഓർത്ത് വെക്കുക. അതിനുശേഷമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അത് ഗ്രീൻ ഹൗസ് എമിഷനുമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തത് തന്നെയാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. കുറച്ച് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. ഡയറക്റ്റ് മാച്ച് ചെയ്താണ് തന്നിരിക്കുന്നത്, നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഭക്ര നങ്കൽ ഏത് നദിയിലാണ്? സത്ലുജാണ്, ഹിമാചൽ പ്രദേശിലാണ്. തെഹരി ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡ്. ഹിരാക്കുഡ് മഹാനദിയിൽ ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗാർജുന സാഗർ കൃഷ്ണ നദി ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഭക്രാനങ്കൽ, സത്ലജ് നദികൾ ഓർത്ത് വയ്ക്കണം. തെഹരി ഭഗീരഥി, ഹിരാക്കുഡ് മഹാനദി,
ആൻഡ് നാഗാർജുന കൃഷ്ണ അല്ലേ, നാഗാർജുന നാഗൻ, കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാഗ. ഓക്കെ, ഹീര മഹാനാണ്, ഓർത്ത് വെക്കുക, മഹാനദി. തെഹരി ആണെങ്കിൽ ഭഗി, തെഹരി ഭഗി. ഭക്രാനങ്കൽ സത്ലജ്. ഓക്കെ, ശരി. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് വൈൽ പുഷിംഗ് എ കാർ? 4 ഓപ്ഷൻസ് ഉണ്ട്, ശരി ഉത്തരം കണ്ടെത്തുക. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് വൈൽ പുഷിംഗ് എ കാർ? ഓക്കെ, ശരി ഉത്തരം പറയാം. മസ്കുലർ ഫോഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ലിറ്റററി ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആദ്യം തന്നെ ക്രിറ്റിസിസം, അതിലെ 5 ക്വസ്റ്റ്യൻസും എന്താണ് നമുക്ക് നോക്കാം. വിച്ച് ഈസ് നോൺ ഫോർ ദ വർക്ക് ഓഫ് ദി കൺസെപ്റ്റ് ഇൻ ദ ഫീമെയിൽ സ്പെക്ടേറ്റർ? 4 ഓപ്ഷൻസ് ഉണ്ട്, ശരി ഉത്തരം ലോറ എന്താണ് മൾവിയാണ്, ഓർത്ത് വെക്കുക, ലോറ മൽമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കീ കൺസെപ്റ്റ് ഓഫ് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രിറ്റിസിസം കംപ്ലീറ്റ് 5 ചോദ്യങ്ങളും ഫെമിനിസവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആൻസർ റെപ്രസെൻറ്റേഷനാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ല, 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഫെമിനിസവും. ഇനി അടുത്ത സൈക്കോളജിക്കൽ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് പ്രോമിനൻറ്റ് ഫിഗർ ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോ അനാലിസിസ് ആൻഡ് ദ മേജർ ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജിക്കൽ ക്രിറ്റിസിസം? ഈ വ്യക്തി കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സൈക്കോളജിക്കൽ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ സി, സിഗ്മണ്ട് ഫ്രോയിഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കീ കൺസെപ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ ക്രിറ്റിസിസം? 4 ഓപ്ഷൻസ് ഉണ്ട്, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. കീ കൺസെപ്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ്, ദ അൺകോൺഷ്യസ് മൈൻഡാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, സൈക്കോളജിക്കൽ ക്രിറ്റിസിസം ഓഫ് വൺ എക്സ്പ്ലോസ് ദ ഫോളോയിങ് ആസ്പെക്റ്റ് ഓഫ് എ ലിറ്റററി വർക്ക്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കുക, ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ സി ആയിരുന്നു ശരി ഉത്തരം, ദ ഓതേഴ്സ് അൺകോൺഷ്യസ് ഡിസയേഴ്സ് ആൻഡ് ദ ക്യാരക്ടേഴ്സ് സൈക്കോളജിക്കൽ മോട്ടിവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻസിലെ 5 ചോദ്യങ്ങളാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ വേർഡ് ഫോൺ? 4 ഓപ്ഷൻസ് ഉണ്ട്, അത് പെട്ടെന്ന് കിട്ടുന്നതാണ് അല്ലേ, ഫോൺ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വാട്ട് ഡസ് ദ സിമ്പിൾ റെപ്രസെൻറ്റ്സ് ഇൻ ദ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ? ഇപ്പോൾ ഇവിടെ ഒരു ഫോണറ്റിക് സിമ്പിൾ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിൽ ആ സൗണ്ട് എവിടെയാണ് വരുന്നത്? ഷ്, ച്, സ്, ത്. യെസ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ്. അത് ഷ് സൗണ്ടാണ് അല്ലേ, ഷിപ്പിലെ സൗണ്ടാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വാട്ട് ഈസ് ദ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ വേർഡ് തോട്ട്? കിട്ടിയായിരുന്നോ? അതെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിനിമൽ പെയർ ദാറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് എ ഡിഫറൻസ് ഇൻ വവൽ സൗണ്ട്? ഓപ്ഷൻ ഡി ആണ്, തിൻ ആൻഡ് ദെൻ. ത് ആൻഡ് ദ ആയി മാറുകയാണ് അല്ലേ, ബാക്കിയെല്ലാം ഒരേപോലെ വരുന്നതുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് കണ്ടെയ്ൻസ് എ പാലറ്റോ ആബ്യുലാർ അഫ്രിക്കേറ്റ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെയർ. ഓക്കെ, അങ്ങനെ ഫോണറ്റിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടീച്ചിങ് മെത്തഡോളജിയിലേക്ക് മാറുന്നു. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് യൂസിങ് ലെക്ചർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിലെ ശരി ഉത്തരം ഓൾ ഓഫ് ദി എബോവ് ആണ്. ടു ഇംപ്രൂവ് ദ സ്റ്റുഡൻസ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ നോളജ്, ടു ഡെവലപ്പ് സ്റ്റുഡൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ് സ്കിൽ, ടു ഇൻട്രൊഡ്യൂസ് സ്റ്റുഡൻസ് ടു ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ശരി. വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ ഇൻ എ ലിറ്ററേച്ചർ ക്ലാസ് യൂസിങ് എ റീഡർ റെസ്പോൺസ് അപ്രോച്ച്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, ടു ഗൈഡ് സ്റ്റുഡൻസ് ഇൻ എക്സ്പ്ലോറിംഗ് ദെയർ ഓൺ റെസ്പോൺസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കീ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്?
കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫോക്കസ് ഓൺ ഗ്രാമാറ്റിക് ആക്യുറസി. ബാക്കിയെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടാത്തത് ഫോക്കസ് ഓൺ ഗ്രാമാറ്റിക്കൽ ആക്യുറസി. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പെഡഗോജിക്കൽ അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് സ്റ്റുഡൻസ് ലേണിംഗ്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗ്രൂപ്പ് വർക്ക് ആൻഡ് കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം ഒത്തൻറ്റിക് മെറ്റീരിയൽ റെഫേഴ്സ് ടു ഇൻ ലാംഗ്വേജ് ടീച്ചിങ്? 4 ഓപ്ഷൻസ് ഉണ്ട്. മെറ്റീരിയൽ ദാറ്റ് ആർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ലാംഗ്വേജ് ലേണേഴ്സ്, നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ടാർഗറ്റ് ലാംഗ്വേജ്, simplifies and adapt for language learners or used in classroom setting. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെറ്റീരിയൽ ദാറ്റ് ആർ ക്രിയേറ്റഡ് ഫോർ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സെൻട്രൽ തീം? അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തത് പൊയട്രിയിലെ ഒരു 3 ക്വസ്റ്റ്യൻസ്, പൊയട്രിയിലെ 5 ക്വസ്റ്റ്യൻസ്, ബാക്കി 5 എണ്ണം വെച്ചിട്ടാണ്, പ്രോസ് അതുപോലെ ഡ്രാമ. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീയിലെ സെൻട്രൽ തീം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, അല്ലേ? സോറി, ബി, ദ ലിമിറ്റേഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ഇൻ റെപ്രസെൻറ്റിംഗ് റിയാലിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലിറ്റററി ഡിവൈസ് ഈസ് മോസ്റ്റ് പ്രോമിനൻറ്റ് ഇൻ ദ പോയം ദിസ് ഈസ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് മീ? ഓപ്ഷൻ സി ആണ്, ഐറണി ആൻഡ് പാരഡോക്സ്, അല്ലേ? മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവരായിരുന്നു അതിൻ്റെ പോയറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, വാട്ട് ഡസ് ദ സ്പീക്കർ പാസ് ബൈ ഡ്യൂറിങ് ഹർ കാരേജ് റൈഡ്? അല്ലേ? അവർ എറ്റേണിറ്റിയിലോട്ട് ആ ഒരു കാരേജിൽ കയറി യാത്ര ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സെറ്റിംഗ് സൺ എന്തായാലും ഉണ്ട്, സ്കൂൾ യാർഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം നമുക്ക് കിട്ടിക്കാണും. എ റൈപ്പൻഡ് ഫീൽഡും കൂടെ ആയാൽ ശരി ഉത്തരമായി. അതേതാ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, അല്ലേ? ഓക്കെ. വിച്ച് ലിറ്റററി ഡിവൈസ് ഈസ് പ്രോമിനൻറ്റ് ഇൻ ദ ലൈൻസ് വി പാസ്ഡ് ദ ഫീൽഡ് ഇൻ ദ ഗേസിംഗ് ഗ്രീൻ, വി പാസ്ഡ് ദ സെറ്റിംഗ് സൺ? ഓക്കെ, അപ്പോൾ നമുക്കത് പിടികിട്ടി. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, അല്ലേ? കേസ്മസ്. അപ്പോൾ ഈ ഒരു ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ആരാണ് എഴുതിയത്? എമിലി ഡിക്കൻസിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പോയട്രിയുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ചോദ്യം, ഇൻ ദ പോയം ഡെത്ത് ഈസ് പെർസോണിഫൈഡ് ആസ്, വളരെ മനോഹരമായിട്ടാണ്, മറ്റൊരു കവിതയെക്കാളും നന്നായിട്ടാണ് ഇതിൽ മരണത്തെ അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, പെർസോണിഫൈ ചെയ്തിരിക്കുന്നത് ആസ് എ ജെൻറ്റിൽ ആൻഡ് എ പൊളൈറ്റ് ജെൻറ്റിൽമാൻ, അല്ലേ? ഒരു ജെൻറ്റിൽമാൻ ആയിട്ടാണ് മരണത്തെ എമിലി ഡിക്കൻസൺ ഈ ഒരു കവിതയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. നോവൽ ആണ്. ഓക്കെ, റൂട്ട്സ് ആൻഡ് ഷാഡോസ് ഈസ് എബൌട്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തിനെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം ചോദിച്ചിരിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫാമിലി റിലേഷനാണ്, അല്ലേ? ഓക്കെ, ശശി ദേശ്പാണ്ഡെയുടെ പിക്ചറാണ്. ഇതാദ്യം പബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. റൂട്ട്സ് ആൻഡ് ഷാഡോസ്, ഇൻ വിച്ച് ഇയർ ഇറ്റ് വാസ് പബ്ലിഷ്ഡ്? 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആൻസർ ഗസ് ചെയ്തോ? യെസ്, ഓപ്ഷൻ സി ആണ്, 1983 ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ഒരു ചോദ്യം കൂടെ, വാട്ട് ഈസ് ദ കീ തീം എക്സ്പ്ലോറേഷൻ ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോസ്? ഇതിൽ പ്രതിപാദിക്കുന്ന കീ തീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി, വിമൻസ് ഇഷ്യൂ ആൻഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഉദറിംഗ് ഹൈറ്റ്സ് എന്ന് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കാം. വാട്ട് ഈസ് ഇൻസ്ക്രൈബ്ഡ് അബവ് ദ എൻട്രൻസ് ഓഫ് ഉദറിംഗ് ഹൈറ്റ്സ്? ഓപ്ഷൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 1623 എന്നുള്ളതാണ്. ഓക്കെ, എൻട്രൻസിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അതർ മേജർ ലൊക്കേഷൻസ് ഇൻ ദ നോവൽ ബിസൈഡ്സ് ഉദറിംഗ് ഹൈറ്റ്സ്? ദാറ്റ് ഈസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, കിട്ടിയായിരുന്നോ?
ശരി ഉത്തരം യെസ്, ഓപ്ഷൻ സി ആണ്. എന്താണ്, ത്രഷ്ക്രോസ് ഗ്രഞ്ച് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ഉദറിങ് ഹൈറ്റ്സ് ആരുടെയാണ്? എമിലി ബ്രോണ്ടിയുടെ ആണല്ലേ? ഓക്കെ, അത് നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഓതർ മില്ലറാണ് അല്ലേ? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ്റെ ഓതറാണ്. സെൻട്രൽ തീമാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ചേസിങ് ദ അമേരിക്കൻ ഡ്രീം ആണ് അതിലെ ശരി ഉത്തരം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് വില്ലി ലോമാൻ ഡു അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ്റെ അതേ ഒരു പോർഷനിൽ നടത്തുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ്, അയാൾ എന്ത് ചെയ്യുന്നു? ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ബൈ കാർ ആക്സിഡൻറ്റ്. ഓക്കെ, മറ്റ് 2 ചോദ്യങ്ങൾ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സെറ്റിംഗ് ഓഫ് ദ പ്ലേ? ഓക്കെ, അതും നമ്മുടെ ഡെത്ത് ഓഫ് സെയിൽസ്മാൻ എന്നുള്ള ചോദ്യം തന്നെയാണ്. ശരി ഉത്തരം 4 ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്ലസ്ട്രോഫോബിയ ആൻഡ് ദ കൺഫൈൻമെൻറ്റ് ഓഫ് വില്ലീസ് ലൈഫാണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 2 ചോദ്യങ്ങൾ ഡോൾസ് ഹൗസിൽ നിന്നാണ്. നമ്മുടെ ഹെൻറിക് ഇബ്സൻ്റെ ഡോൾസ് ഹൗസിൽ നിന്നുള്ള ചോദ്യം, വാട്ട് ഡസ് ദ ക്രിസ്മസ് ട്രീ സിംബലൈസസ് ഇൻ ദ പ്ലേ? ദാറ്റ് ഈസ് നോറാസ് ചേഞ്ചിങ് സ്റ്റാറ്റസ് ആണ് ശരി ഉത്തരമായിരുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ പിക്ചറിൽ കാണുന്നതാണ് ഹെൻറിക് ഇബ്സൺ. ഹൂ ഈസ് നോറാസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഹൂ വിസിറ്റ്സ് ഹർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മിസ്സിസ് ലിൻഡ. ഓക്കെ, അപ്പോൾ നമ്മുടെ 50 ചോദ്യങ്ങൾ ഇവിടെ കഴിയുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.